വെൽക്കം ടു നൈസ് ടു മീറ്റ് യുവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ക്രിസ്മസൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ വരെ ഒന്ന് പോയതാണ്, ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ തൃശ്ശൂർ വരെ ഒന്ന് പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ, ഞാൻ പകർത്തിയതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലം വരെ പോകണമായിരുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൽ ഉള്ളത്. അപ്പോൾ കുറേ നല്ല നല്ല വിശേഷങ്ങൾ, കുറേ പള്ളിയിൽ ഇങ്ങനെ തൃശ്ശൂർ നമ്മളിങ്ങനെ പോകുമ്പോൾ കുറേ പള്ളികൾ കണ്ടു. അവിടുത്തെ വിശേഷങ്ങൾ, അവിടെ പുൽക്കൂട് ഒരുക്കാണ്, ഉണ്ണീശോനെ വരവേൽക്കാനായിട്ട് പുൽക്കൂട് ഒരുക്കുന്ന കുഞ്ഞു കുഞ്ഞു കാഴ്ചകളാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ തരുന്നത്. അപ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ലൈറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. രാത്രിയിലാണ് കേട്ടോ കൂടുതലായിട്ട് നമ്മൾ കാണുമ്പോൾ, നല്ല കാഴ്ചകൾ രാത്രിയിലാണ് കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ ആകാംക്ഷയോടെ രാത്രിയിൽ കാണാനായിട്ടാണ് പറ്റണത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ നേരം ഞങ്ങൾ കണ്ടു, അങ്ങനെ കുറേ നല്ല നല്ല കാഴ്ചകൾ കണ്ടു. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാഴ്ചകളാണ് കേട്ടോ വീഡിയോയിൽ ഞാൻ പകർത്തിയത്. അതിനടുത്ത് ഞാൻ ഫോട്ടോ എടുത്തു, അങ്ങനെ കുറേ തൃശ്ശൂർ ടൗൺ ക്രിസ്മസിൻ്റെ ആഘോഷമായിട്ട് തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ എല്ലാ വീടുകളിലും മനസ്സിലായി. അപ്പോൾ കുറേ നല്ല കാഴ്ചകൾ, കുറേ നല്ല പരിപാടികൾ, അങ്ങനെ കുറേ കുറേ സാധനങ്ങൾ, അതായത് പലതരം നക്ഷത്രങ്ങൾ, അങ്ങനെ പുൽക്കൂട്ടിലേക്ക് വെക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ, കുറേ സാധനങ്ങൾ കണ്ട് അത് ഭയങ്കര രസമായിട്ടാണെന്നറിയാമോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതൊരു പള്ളിയാണ്, തൃശ്ശൂർ തന്നെയാണ്. പള്ളിയിൽ നല്ല മനോഹരമായിട്ട് അവർ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് കണ്ടോ, ക്രിസ്മസ് ട്രീ അങ്ങനെ. അപ്പോൾ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ നമ്മൾ. ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുർബാന എനിക്ക് ആദ്യം ഇങ്ങനെ ചമ്മതി വന്നു. കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോയിട്ട് എന്നിട്ട് വീഡിയോ എടുക്കുന്നത് തെറ്റാണല്ലോ. അപ്പം ഞാൻ ചെറിയ രീതിയിൽ വേഗം എടുത്തിട്ട് പോന്നു. കുറച്ച് വേഗം എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് വീണ്ടും കാണാനുള്ള രീതിയിൽ വേഗം പോകുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കടയിൽ ഞങ്ങൾ കയറിയപ്പോൾ കണ്ട കുഞ്ഞു കുഞ്ഞു കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഇത് ക്രിസ്മസിൻ്റെ ആയിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടംപോലെ കടകളുണ്ട്. ചെറിയ റേറ്റ് കൂടുതലായിട്ടൊക്കെ എനിക്ക് തോന്നി. എന്നാലും നമുക്ക് വീടുകളിൽ അത്യാവശ്യം ആയിട്ട് ഇങ്ങനെ കുഞ്ഞ് സെറ്റാക്കാനുള്ള കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടു, കൗതുകത്തോടെ തന്നെ കണ്ടു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മാതാവിനൊക്കെ നോക്കാണ്. മാതാവിനൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലാണ്. അങ്ങനെ അതവിടെ തന്നെ വെച്ചു. ക്യൂട്ടായിട്ട് കുറേ സാധനങ്ങൾ, ബോളുകൾ, ക്രിസ്മസ് തൊപ്പികൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടു. എനിക്ക് കുറേ കാര്യങ്ങൾ ഇഷ്ടമായി. പിന്നെ കാശിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അത് അവിടെ തന്നെ ഞാൻ വെച്ചു. വേണ്ട സാധനങ്ങൾ മാത്രം, അത്യാവശ്യം പുൽക്കൂടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം എടുത്ത് ഞങ്ങൾ പോന്നു. അതിനൊക്കെ കുറേ കാര്യങ്ങൾ അവിടെ മൈൻഡിൽ പെട്ടില്ല. അങ്ങനെ കണ്ടത് എന്ത് രസമായിട്ടല്ലേ കാണണേ നല്ലത്. അപ്പം അങ്ങനെ ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെ ഞാനത് നോക്കി, റേറ്റ് ഇച്ചിരി കൂടുതലാണ്, ഞാൻ എടുത്തില്ല, അവിടെ തന്നെ വെച്ചു. ഞാൻ വാങ്ങിയ സാധനങ്ങൾ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അങ്ങനെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണത് ക്രിസ്മസ് പാപ്പയുടെ ഒരു സോങ് കേൾക്കാട്ടോ. ഈ പടി കടന്ന് കഴിയുമ്പോൾ നമുക്ക് അത് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് കേട്ട് നോക്കിട്ടോ.
അപ്പോൾ ഇത് രണ്ടാമത്തെ ഫ്ലോറിൽ കാണുന്ന കാഴ്ചയാണ് കേട്ടോ, നമ്മൾ പടി കയറിയിട്ടൊക്കെ. അതിനിടയ്ക്ക് ഒരുത്തൻ ക്രിസ്മസ് ട്രീയിൽ ഇങ്ങനെ കാലൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ മറയുന്നുണ്ട്. അത് എനിക്ക് ഇഷ്ടമായി. ഞങ്ങൾ എന്നിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് മാൻ്റെ അടുത്തൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ പോന്നു. ഞങ്ങൾക്ക്